വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച്. ടാഗോർ ഹാളിന് മുന്നിൽ നിന്നും പ്രകടനമായി എത്തി വ്യാപാരികൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മുദ്രാവാക്യമുയർത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ജില്ലാ പ്രസിഡന്റ് പി.കെ. ബാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. അന്യായമായ തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, തെരുവു കച്ചവടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, വ്യാപാരികൾക്കെതിരെ അനാവശ്യമായി കേസെടുക്കുന്നത് നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം നടത്തിയത്. സൗത്ത്, നോർത്ത്, എലത്തൂർ, ബേപ്പൂർ മണ്ഡലം വ്യാപാരികൾ ടാഗോർ ഹാളിന് മുന്നിൽ നിന്നും പ്രകടനമായി എത്തിയാണ് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ധർണാ സമരം ജില്ലാ പ്രസിഡന്റ് കെ.പി. ബാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ കച്ചവടക്കാർക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള നിരവധിയായ നിയമക്കുരുക്കുകൾ എല്ലാ വർഷവും ഫെബ്രുവരി 28 ആകുമ്പോൾ ലൈസൻസ് പുതുക്കിയിരിക്കണം, ട്രേഡേഴ്സ് ലൈസൻസ് പുതുക്കിയിരിക്കണം. ലൈസൻസ് പുതുക്കുമ്പോൾ ഓരോ നിബന്ധനകൾ, ഓരോ തവണയും ഓരോ നിബന്ധനകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ കച്ചവടക്കാരെ ദ്രോഹിക്കുക എന്നൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് സർക്കാരും കോർപ്പറേഷനുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിലപാടുകൾ എടുത്തപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മന്ത്രിമാരുമായിട്ട് പലതവണ ഈ വിഷയത്തിൽ ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. പലതവണ മന്ത്രിമാരും അനുഭാവപൂർവ്വം പരിഗണിക്കാം, അത് ഞങ്ങൾ നോക്കാമെന്ന് പറയുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള അനുഭാവവും നമ്മളോട് ഇന്ന് വരെ കാണിച്ചിട്ടില്ല. ജില്ലാ വൈസ് പ്രസിഡന്റ് മനാഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സലീം രാമനാട്ടുകര മുഖ്യ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി വി. സുനിൽകുമാർ, ജില്ലാ ഭാരവാഹികളായ കെ.പി. മൊയ്തീൻ കോയ ഹാജി, സുഷൻ പൊറ്റക്കാട്, ഒ.പി. രാജൻ, ചന്ദ്രശേഖരൻ, എ.വി.എം. കബീർ, നസീർ പുതിയപാലം, ബീരാൻ, പി.വി.എ. സിദ്ദീഖ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.